സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുനെസ്കോ ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയ്ക്ക് ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. അത് നമ്മുടെ നിലമ്പൂരാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറെ സന്തോഷിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പെല്ലാം തന്നെ കോർപ്പറേഷനുകളെയാണ് ഇതിനായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോർപ്പറേഷനുകൾ അവർക്കാണ് ഇതിനുള്ള അവസരം ലഭ്യമായത്. പക്ഷെ ഇന്ന് നിലമ്പൂരിനെ തിരഞ്ഞെടുക്കാൻ അതൊരു സുപ്രഭാതം നടന്നൊരു കാര്യമാണ്. നിരന്തരമായിട്ടുള്ള കഴിഞ്ഞ 2-3 വർഷത്തെ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടികയിലേക്ക് നിലമ്പൂർ നഗരസഭ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ധാരാളം കാര്യങ്ങൾ അതൊക്കെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വയം പര്യാപ്തമായുള്ള ഒരു ഗ്രാമം എന്നുള്ള നമ്മുടെ സങ്കല്പം തന്നെയാണ്. ഗാന്ധിജിയുടെ ഒക്കെ തന്നെ അവർ ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഗ്രാമം എന്നുള്ളത് സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാശയം മുമ്പേ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തിൽ അതിനുശേഷവും ഒക്കെ തന്നെ ഗാന്ധിജിയെ പോലുള്ള മഹാത്മാ വെച്ചൊരു ആശയമാണ്. നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പദ്ധതികൾ വേണം. നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മുഖ്യ സന്ദേശം നൽകി. രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമായി മാറിയിട്ടില്ലെന്നും ഭിന്നശേഷി സൗഹൃദമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ.വി. രവിശങ്കർ, ജെഎസ്എസ് ഡയറക്ടർ വി. ഉമ്മർ കോയ, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ, നിലമ്പൂർ.